ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ എഫിഷ്യൻസി ഓഫ് ടർബൈൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഓവറാൾ എഫിഷ്യൻസി ഓഫ് പമ്പ്സ് എന്ന ടോപ്പിക് കണ്ടു. അതായത് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ മെയിനായിട്ട് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഓവറാൾ എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഇക്വേഷൻ കണ്ടു. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. സിലബസിൽ അതുപോലെ തന്നെ പമ്പിൻ്റെ കൂടെ തന്നെ ടർബൈൻസിൻ്റെ പ്രോബ്ലംസ് ഒന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിൾ പ്രോബ്ലംസേ ചോദിക്കുകയുള്ളൂ എന്ന അസംഷനിലാണ് നമ്മൾ ഈ വീഡിയോയിലും 1-2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഡെപ്തിലുള്ള പ്രോബ്ലംസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അതിന് മാത്രമുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ എക്സാമിന് ചോദിക്കുകയുള്ളൂ എന്നുള്ള അസംഷനിലാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ടർബൈൻസിൻ്റെ ഓവറാൾ എഫിഷ്യൻസിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പം ടർബൈൻസിൻ്റെയും ഓവറാൾ എഫിഷ്യൻസിയുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. അത് തന്നെയാണ് ടർബൈൻസിൻ്റെ ഓവറാൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടർബൈൻസിൻ്റെ ഔട്ട്പുട്ട് പവർ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പമ്പ്സിൻ്റെ കേസിലാണെങ്കിൽ പമ്പിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന എത്രത്തോളം ഇലക്ട്രിസിറ്റിയാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ ടർബൈൻസിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് പവർ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. ആ ഔട്ട്പുട്ട് പവർ നമുക്ക് അല്ലെങ്കിൽ തന്നെ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാം. എന്താണ് അതിൻ്റെ മെക്കാനിക്കൽ ഔട്ട്പുട്ട്, ആ റോട്ടറി മോഷൻ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ഈസി ആയിട്ട് മെഷർ ചെയ്തെടുക്കാം. പക്ഷേ ഇൻപുട്ട് പവർ അങ്ങനെ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് നമ്മുടെ പമ്പിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇൻപുട്ട് പവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഔട്ട്പുട്ട് പവറിനെ നമ്മൾ പി എന്ന ആൽഫബറ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പി ഈസ് ദ പവർ ഔട്ട്പുട്ട് ഫ്രം ദി ടർബൈൻ ഇൻ കിലോ വാട്ട്. ഈ യൂണിറ്റ് ശ്രദ്ധിച്ചിരിക്കുക, ഇത് കിലോ വാട്ടിലാണ് എടുക്കുന്നത്. ഇത് ഔട്ട്പുട്ട് പവർ ആയിരുന്നാലും ഇൻപുട്ട് പവർ ആയിരുന്നാലും കിലോ വാട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ടേംസിൻ്റെയും യൂണിറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ മിക്കവാറും ആ യൂണിറ്റ്സ് മാറ്റിയായിരിക്കും തരുന്നത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് പവർ ഡയറക്റ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഇൻപുട്ട് പവറാണ് നമ്മൾ വേറെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലൂടെ കണ്ടെത്തേണ്ടത്. നമ്മുടെ പമ്പിൻ്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. ρg QH/1000 എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നത് പമ്പിൻ്റെ ഔട്ട്പുട്ട് പവറാണ്. കാരണം പമ്പിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ പമ്പ് ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ വാട്ടറിനെ പമ്പ് ചെയ്ത് കയറ്റുക എന്നതാണ് ആ പമ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് പവർ നമുക്ക് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാനും സാധിക്കത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി വാട്ടറാണ് പമ്പ് ചെയ്ത് അതിനെ എത്ര ഹൈറ്റിലേക്കാണ് പമ്പ് ചെയ്ത് കയറ്റിയത്. അപ്പോൾ അതിനെയാണ് ആ ഒരു ടേമിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് പവറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഡെൻസിറ്റി, വാട്ടറിൻ്റെ ഡെൻസിറ്റി, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, പിന്നെ ടോട്ടൽ ഡിസ്ചാർജ്, ടോട്ടൽ ഹെഡ്, അതിൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് എടുത്താണ് ഔട്ട്പുട്ട് പവർ ഓഫ് പമ്പ് എന്നുള്ള ആ ഒരു ടേമിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ടർബൈൻ്റെ കേസിലും. ടർബൈനിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന എന്താണ്? ടർബൈനിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ജസ്റ്റ് വാട്ടറാണ്. ആ വെള്ളം ഹൈ പ്രഷറിൽ ഫ്ലോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റോട്ടറിലൂടെ റൊട്ടേറ്റ് ചെയ്ത് റോട്ടറിനെ അത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ വെള്ളത്തിനെയാണ്, വാട്ടറിൻ്റെ ഫ്ലോയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പമ്പിൻ്റെ ഔട്ട്പുട്ട് പവർ എന്താണോ അതുപോലെ തന്നെയാണ് നമ്മൾ ടർബൈൻ്റെ ഇൻപുട്ട് പവറും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലിറ്ററലി പറഞ്ഞാൽ പമ്പിൻ്റെ ഔട്ട്പുട്ട് പവറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണോ ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ടർബൈൻ്റെ ഇൻപുട്ട് പവറായിട്ട് എടുക്കുന്നത്. കാരണം ടർബൈന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, അത് എത്ര ഹൈറ്റിൽ നിന്നാണ് ആ വാട്ടർ വരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ തമ്മിൽ പ്രോഡക്റ്റ്, അതിൻ്റെ കൂടെ തന്നെ ആ വാട്ടറിൻ്റെ ഡെൻസിറ്റി, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതിൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് ആയിട്ട് എടുത്താൽ അതിനെ നമ്മൾ ആ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ ഇൻപുട്ട് പവറായിട്ട് കൺസിഡർ ചെയ്യും. ടർബൈനിലോട്ടുള്ള ഇൻപുട്ട് പവറായിട്ട് കൺസിഡർ ചെയ്യും. അതായത് ലിറ്ററലി പറഞ്ഞാൽ പമ്പ്സിൻ്റെ ഔട്ട്പുട്ട് പവറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ടർബൈൻ്റെ ഇൻപുട്ട് പവറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് പവർ നമുക്ക് കിട്ടി, ഇൻപുട്ട് പവറും കിട്ടി. ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ പമ്പിൻ്റെ ഔട്ട്പുട്ട് പവർ ആ സെയിം ഇക്വേഷൻ തന്നെയാണ് ടർബൈൻ്റെ ഇൻപുട്ട് പവറായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് പവറും കിട്ടി. ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ പി എന്ന ആൽഫബറ്റ് ഇവിടെ കണ്ടിട്ടുണ്ട്. അത് എക്സാമിന് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിരിക്കും. അപ്പം അങ്ങനെ ഈ 2 കാര്യങ്ങളും കൂടെ ഈ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ടർബൈൻ്റെ ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇക്വേഷനായിരിക്കും കിട്ടുന്നത്. 1000p ഡിവൈഡ് ബൈ ρg QH എന്ന ഇക്വേഷനായിരിക്കും കിട്ടുന്നത്. ഈ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പമ്പിൻ്റെ ഓവറാൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ അതിൻ്റെ നേരെ റെസിപ്രോക്കലാണ് ഈ ടർബൈൻ്റെ ഓവറാൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇതവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പമ്പിൻ്റെ ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ρg QH ഡിവൈഡ് ബൈ 1000 × p ആയിരുന്നു. ടർബൈൻ്റെ ഓവറാൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ റെസിപ്രോക്കൽ എടുക്കുക, 1000p × ρg QH. അപ്പോൾ ഇതാണ് ടർബൈൻ്റെ ഓവറാൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇക്വേഷനാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്.
ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിലെ പല ടേംസും തന്നിരിക്കും. അതുപയോഗിച്ച് ഒന്നുകിൽ ഓവറോൾ എഫിഷ്യൻസി കണ്ടെത്താനായിട്ട് ചോദിക്കും. അതല്ല എങ്കിൽ ഓവറോൾ എഫിഷ്യൻസിയും വേറെ കുറച്ച് ടേംസും തന്നിരിക്കും. അതിൽ അൺനോൺ ആയിട്ടുള്ള ടേം ഏതാണോ അതിൻ്റെ ആൻസർ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് പറയും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ്സ് എല്ലാം, ഈ ഓരോ ടേമിൻ്റെ യൂണിറ്റ്സ് എല്ലാം നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ആ ഇക്വേഷനിൽ കണ്ട ആ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ പി എന്ന് പറയുന്ന കിലോ വാട്ട്, അതെന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവറാണ് ഇവിടെ പി ആയിട്ട് എടുക്കുന്നത്. ടർബൈൻ്റെ കേസിലായതുകൊണ്ട് ഔട്ട്പുട്ട് പവറിനെയാണ് പി ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് കിലോ വാട്ട് തന്നെയാണ്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി യൂണിറ്റ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഇതാ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 1000 മാസ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈക്വൽ ടു 1000 kg/m³ തന്നിട്ടുണ്ട്. അപ്പോൾ സെയിം തന്നെയാണ് ഇവിടെ ടർബൈൻ്റെ കേസിലും അതിനെ കൊടുക്കുന്ന ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ തന്നെയാണെങ്കിൽ സെയിം 1000 എന്ന വാല്യൂ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിൻ്റെ വാല്യൂ എന്തായാലും നമുക്കറിയാം, കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതെന്തായാലും ക്വസ്റ്റ്യനിലൊന്നും തന്നിരിക്കത്തില്ല, നമുക്ക് തന്നെ എടുക്കാം. 9.81 m/s² ഇതെടുക്കാം. പിന്നെ ക്യൂ ഡിസ്ചാർജിൻ്റെ വാല്യൂ. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര വാട്ടറാണ് ടർബൈനിലോട്ട് കൊടുക്കുന്നത്, ഫ്ലോ ചെയ്യുന്ന ടർബൈനിലോട്ട് ഒരു സെക്കൻഡിൽ എത്ര ക്വാണ്ടിറ്റി വാട്ടറാണ് ഫ്ലോ ചെയ്യുന്നത്, അതാണ് ക്യൂ ഡിസ്ചാർജ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് m³/s ആയിരിക്കും. പിന്നെ എച്ച് എന്ന് പറയുന്ന ടോട്ടൽ ഹെഡ്, എത്ര ഹൈറ്റിൽ നിന്നാണ് ഈ വാട്ടർ ടർബൈനിലോട്ട് ഫ്ലോ ചെയ്യുന്നത്, ആ ഹെഡിനെ ടോട്ടൽ ഹെഡ് എന്ന് കൊടുക്കുന്നത്, അതിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ ഇത്രയും ടേംസിൻ്റെ യൂണിറ്റ് ഇങ്ങനെ ശ്രദ്ധിക്കുക. എക്സാമിന് ചിലപ്പോൾ ഈ ബാക്കി ടേംസ് എല്ലാം തരും, ഓവറോൾ എഫിഷ്യൻസി കണ്ടെത്താനും പറയും. പക്ഷേ ഈ ഡിസ്ചാർജ് എത്രയാണെന്ന് മാത്രം തരത്തില്ല. അങ്ങനത്തെ കേസ് വരാം. ഡിസ്ചാർജ് എത്രയാണെന്ന് തരത്തില്ല. ഈ ഔട്ട്പുട്ട് പവർ തന്നിരിക്കും, ഡെൻസിറ്റി വാട്ടർ ആണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കും, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യത്തില്ല. മെൻഷൻ ചെയ്യുന്നില്ല എങ്കിലും ഡെൻസിറ്റി വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. പിന്നെ ഹെഡും തന്നിരിക്കും, അതിൽ നിന്ന് ഓവറോൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അതായത് ഈ ഔട്ട്പുട്ട് പവറും തന്നിരിക്കും, പിന്നെ ഈ ഹെഡും തന്നിരിക്കും, അതിൽ നിന്ന് ഓവറോൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ക്യൂ എന്ന ടേമിൻ്റെ വാല്യൂയും കൂടെ കിട്ടണം, ഡിസ്ചാർജ് എത്രയാണെന്നുള്ള വാല്യൂയും കൂടെ കിട്ടണം. അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാ കണ്ടെത്തേണ്ടതായിട്ട് വരും. ആ ഡിസ്ചാർജിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് 2 ഇക്വേഷനും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഡിസ്ചാർജിൻ്റെ വാല്യൂ തരത്തില്ല, പകരം ചിലപ്പം ആ വാട്ടർ ജെറ്റിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് തന്നിരിക്കും. പെൽറ്റൺ വീലിലൊക്കെ ആണെങ്കിൽ ആ വാട്ടർ ജെറ്റാണ് ആ ബ്ലേഡ്സിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വാട്ടർ ജെറ്റിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് തന്നിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഈ ഡിസ്ചാർജിൻ്റെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള 2 ഇക്വേഷനും കൂടെ നമുക്ക് ഈ ടർബൈൻസിൻ്റെ കേസിൽ പഠിക്കാനുണ്ട്. ഇവിടെ വെലോസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ് √2gh എന്നൊരു ഇക്വേഷനുണ്ട്. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നതൊക്കെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡെറിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ മതി. വെലോസിറ്റി ഓഫ് വാട്ടർ ഈക്വൽ ടു √2gh എന്ന ഇക്വേഷൻ കാണാമെന്ന് പഠിക്കാം. ഇവിടെ ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും എച്ച് എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ എത്ര ഹെഡാണ് ആ വാട്ടർ എന്ന്. അപ്പോൾ ആ ഹെഡൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി എത്രയാണെന്ന് കിട്ടും, ആ വാട്ടറിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് കണ്ടെത്താൻ സാധിക്കും. ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A×V ആണ്. അപ്പോൾ ഇവിടെ V നമ്മൾ ഇവിടെ കണ്ടെത്തി, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് V കണ്ടെത്തി. A എന്ന് പറഞ്ഞാൽ ജെറ്റ് ഓഫ് വാട്ടറിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞ് തന്നിരിക്കും, ഡിയുടെ വാല്യൂ ഇവിടെ തന്നിരിക്കും. ആ ഡിയുടെ വാല്യൂ ഉപയോഗിച്ച് ആ എയുടെ വാല്യൂ, ഏരിയ ഓഫ് ദി എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ജെറ്റ് സ്ട്രൈക്കിംഗ് ദ ബജറ്റ്, അതിൻ്റെ യൂണിറ്റ് m². അതായത് ആ ജെറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയയാണ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ജെറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എയും അതിൻ്റെ വെലോസിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ക്യൂവിൻ്റെ വാല്യൂ കിട്ടും, ഡിസ്ചാർജിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അതിന് ഈ എയുടെ വാല്യൂ കണ്ടെത്താനായിട്ട് നമുക്ക് ഡയമീറ്റർ, ആ ജെറ്റിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് തന്നിരിക്കും. ആ ഡയമീറ്റർ ഉപയോഗിച്ച് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണെന്ന് കിട്ടും. അപ്പം π=d²/4. ഈ ഇക്വേഷൻ എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും, സർക്കിളിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷനാണ് πd²/4. അപ്പം അതിൻ്റെ ഏരിയ ഓഫ് ജെറ്റിൻ്റെ ആ ജെറ്റിൻ്റെ ഡയമീറ്റർ തന്നിരിക്കും, ആ വാട്ടർ ജെറ്റിൻ്റെ ഡയമീറ്റർ തന്നിരിക്കും. ആ ഡയമീറ്ററിൽ നിന്ന് നമുക്ക് ഏരിയ കണ്ടെത്താം, ക്രോസ് സെക്ഷൻ ഏരിയ, ജെറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടും. അതും പിന്നെ വെലോസിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ക്യൂ, ഡിസ്ചാർജ് പെർ സെക്കൻഡ് എത്രയാണെന്ന് കിട്ടും. അത് ഈ ഇക്വേഷനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എക്സാമിന് ചിലപ്പം ടർബൈൻ്റെ പ്രോബ്ലം ചോദിക്കുമ്പോൾ ഡിസ്ചാർജ് എത്രയാണെന്ന് തരത്തില്ല, നമുക്ക് പി എത്രയാണെന്ന് തന്നിരിക്കും, ഔട്ട്പുട്ട് പവർ എത്രയാണെന്ന് തന്നിരിക്കും, എച്ചിൻ്റെ വാല്യൂവും തന്നിരിക്കും. പക്ഷേ അതിൽ നിന്ന് പിന്നെ അതിൻ്റെ കൂടെ ജെറ്റ് ഓഫ് വാട്ടറിൻ്റെ ഡയമീറ്ററും കൂടെ തന്നിരിക്കും. അത് ഉപയോഗിച്ച് ആ ഡയമീറ്റർ എന്ന വാല്യൂ ഉപയോഗിച്ച് ഏരിയ കണ്ടെത്തുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെലോസിറ്റിയും കണ്ടെത്തുക. ഈ വെലോസിറ്റിയുടെയും ഏരിയയും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴേക്കും ഡിസ്ചാർജ് കിട്ടും. എന്നിട്ട് ഈ വാല്യൂയും കൂടെ ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഓവറോൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ ഈ 2 ഇക്വേഷനും കൂടെ ടർബൈൻ്റെ കേസിൽ പഠിക്കാം. അപ്പോൾ ടർബൈൻ്റെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനാണ്.
അതിൽ ക്യൂ കണ്ടെത്താനായിട്ട് ഡിസ്ചാർജിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് നമുക്ക് 2 ഇക്വേഷനും കൂടെ വേണ്ടി വരും. അപ്പോൾ ഈ 2 ഇക്വേഷനും കൂടെ പഠിച്ചിരിക്കുക. പിന്നെ യൂണിറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ലിറ്റേഴ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് തരുന്നത്, അതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ ടോട്ടൽ ഹെഡ് മീറ്ററിലാണ്, ചിലപ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കാം എക്സാമിൽ തരുന്നത്, അത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഏരിയയും മീറ്റർ സ്ക്വയറിലാണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എച്ചിൻ്റെ വാല്യൂ മീറ്റേഴ്സിലായിരിക്കണം, കാരണം വെലോസിറ്റി എന്നുള്ളത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എച്ചിൻ്റെ വാല്യൂ മീറ്റേഴ്സിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആദ്യം ഒരു സാമ്പിൾ പ്രോബ്ലം നോക്കാം. ഇത് സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. പെൽറ്റൺ വീൽ അതിൻ്റെ പ്രോബ്ലമാണ്. പ്രോബ്ലം: എ പെൽറ്റൺ വീൽ വർക്കിംഗ് അണ്ടർ എ ഹെഡ് ഓഫ് 500 മീറ്റർ പ്രൊഡ്യൂസസ് 15 മെഗാവാട്ട് അറ്റ് 500 RPM. If the overall efficiency of the turbine is 85%, calculate the discharge of turbine. ഇവിടെ ഡിസ്ചാർജ് ആണ് കണ്ടെത്തേണ്ടത്, അതായത് ക്യൂയുടെ വാല്യൂ എത്രയാണോ അതാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ഹെഡ് എത്രയും തന്നിട്ടുണ്ട്, 500 മീറ്റർ. ആദ്യം തന്നിട്ടുള്ള ഡാറ്റ എല്ലാം എടുത്ത് എഴുതുക. 500 മീറ്റർ ഹെഡ് എന്ന് തന്നിട്ടുണ്ട്. എത്ര ആണ് ഔട്ട്പുട്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 15 മെഗാവാട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ കിലോ വാട്ടിലാണ് നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മെഗാവാട്ടിനെ ആദ്യം വാട്ടിലേക്ക് മാറ്റുന്നു, അതിനെ നമുക്ക് കിലോ വാട്ടിലേക്ക് മാറ്റാം. ഇവിടെ 15 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ 15 × 10⁻⁶ വാട്ടാണ്. അതായത് 15 × 10⁻³ കിലോ വാട്ടെന്ന് കിട്ടും. അപ്പോൾ ഈ ടേംസിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. കിലോ വാട്ട് എന്ന ടേംസിലാണ് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 15 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ 15 × 10⁻³ കിലോ വാട്ടാണ്. അതായത് മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ 10⁶ വാട്ടാണ്. 15 × 10⁶ വാട്ടാണ് 15 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്ന്, ഈ വാട്ടിൽ നിന്ന് പിന്നെ കിലോ വാട്ടിലോട്ട് നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കിലോ വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 15 × 10⁻³ കിലോ വാട്ടാവും. പിന്നെ ഇവിടെ RPM തന്നിട്ടുണ്ട്, അത് എക്സസൈസ് തന്നിട്ടുള്ള ഡാറ്റയാണ്, നമുക്ക് ഉപയോഗിക്കുന്നില്ല. ആ ഡാറ്റ നമുക്ക് ആവശ്യമില്ല ഇവിടെ ഡിസ്ചാർജ് വാല്യൂ കണ്ടെത്താനായിട്ട്. പിന്നെ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ എന്ന് പറഞ്ഞ് 85% തന്നിട്ടുണ്ട്, അതായത് 0.85. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള ഡാറ്റ എടുത്ത് എഴുതുക, എന്നിട്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷനിലോട്ട് നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ 1000 പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 15 × 10⁻³ പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ ഡെൻസിറ്റി പ്രത്യേകിച്ച് ഡെൻസിറ്റി തന്നിട്ടുമില്ല, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുമില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വാട്ടർ തന്നെ അതിൻ്റെ ഫ്ലൂയിഡായിട്ട് ടർബൈനിലോട്ട് കൊടുക്കുന്ന ഫ്ലൂയിഡ് വാട്ടർ എന്ന കൺസെപ്റ്റ് നമുക്ക് 1000 എന്ന വാല്യൂ എടുക്കുന്നു. ജിയുടെ വാല്യൂ 9.81 എന്ന് കൊടുക്കുന്നു. ക്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ 500 ഹെഡ് എത്രയാണെന്നുള്ളത് 500 വാല്യൂ, ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഇവിടെ ഓവറോൾ എഫിഷ്യൻസിയുടെ വാല്യൂ 0.85 എന്ന് കൊടുക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, 85 എന്ന് കൊടുക്കാൻ പാടില്ല, 0.85 എന്ന് കൊടുക്കാം. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വാല്യൂസ്, ഈ ക്യൂയുടെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. കാൽക്കുലേറ്റർ ഉണ്ട് എങ്കിൽ ക്യൂയുടെ വാല്യൂ ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ആ ഡയറക്റ്റായിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 3.6 എന്നായിരിക്കും കിട്ടുന്ന ആൻസർ. 3.6 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഡിസ്ചാർജ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. യൂണിറ്റും കൂടെ എഴുതുക. അങ്ങനെ 3.6 ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മുടെ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്തെടുക്കാം, കാൽക്കുലേറ്റർ ഫോം ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ അൺനോൺ വാല്യൂ കണ്ടെത്താനുള്ള ഇത് ഫംഗ്ഷൻ ചെയ്താൽ മതി. ഡയറക്റ്റായിട്ട് ക്യൂയുടെ വാല്യൂ എത്രയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ പ്രോബ്ലം കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് എന്ന് പറയാം. ഇവിടെ പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ two jet strikes the bucket of Pelton wheel which develops 15 megawatt. The diameter of each jet is 15 centimeter and the net head is 500 meter. Calculate the overall efficiency of the turbine. അപ്പോൾ ഇവിടെ ഓവറോൾ എഫിഷ്യൻസിയാണ് കണ്ടെത്തേണ്ടത്. സിമ്പിളായിട്ട് ഓവറോൾ എഫിഷ്യൻസിയാണ് കണ്ടെത്തേണ്ടത്. എന്നിട്ട് ആ ഇക്വേഷൻ എടുത്ത് എഴുതുക, എന്നിട്ട് തന്നിട്ടുള്ള ഡാറ്റ എഴുതുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 ജെറ്റ് എന്ന് പറയുന്നുണ്ട്. 2 ജെറ്റ് ഒരുമിച്ചാണ് ഈ പെൽറ്റൺ വീൽ എന്ന ആ ടർബൈനിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ×2 കൊടുക്കേണ്ടി വരും, കാരണം 2 ജെറ്റാണ് പോകുന്നത്. അപ്പോൾ ജെറ്റിൻ്റെ ഡയമീറ്റർ ഓഫ് ഈച്ച് ജെറ്റ് എന്ന് പറഞ്ഞ് 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓരോ ജെറ്റിൻ്റെ ഡയമീറ്റർ പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 ജെറ്റ് എന്ന് പറയുമ്പം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ക്രോസ് സെക്ഷൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു ജെറ്റിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോഴേ ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതുക. അതേ നമ്പർ ഓഫ് ജെറ്റ് 2 എന്ന് എഴുതുക. ഔട്ട്പുട്ട് 15 മെഗാവാട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിലോ വാട്ടിലോട്ട് എഴുതുന്നത്. കഴിഞ്ഞ പോലെ തന്നെ 15 × 10⁻³ കിലോ വാട്ടാണ് നമുക്ക് തന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ ഡയമീറ്റർ ഓഫ് ഈച്ച് ജെറ്റ് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ. അപ്പം ഡയമീറ്റർ എടുത്ത് എഴുതുക 15 സെൻറ്റിമീറ്റർ, അതായത് 0.15 മീറ്റർ. നമ്മൾ മീറ്ററിൽ വേണം എഴുതാൻ. 0.15 മീറ്റർ എന്ന് എഴുതുക. നെറ്റ് ഹെഡ് 500 മീറ്റർ. ഹെഡ് എത്രയാണ് തന്നിട്ടുണ്ട്, 500 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡാറ്റ എല്ലാം കിട്ടുന്നു. ഇനി അപ്പോൾ ഇവിടെ നോക്കാം, ഇക്വേഷൻ നോക്കാം. നമുക്ക് പിയുടെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്. റോയുടെ വാല്യൂ നമുക്കറിയാം, ജിയുടെ വാല്യൂ നമുക്കറിയാം, 1000 9.8 വേണം.
ക്യൂയുടെ വാല്യൂ തന്നിട്ടില്ല, എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഓവറോൾ എഫിഷ്യൻസിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ക്യൂയുടെ വാല്യൂ കൂടെ കിട്ടിയാൽ മാത്രമേ ഓവറോൾ എഫിഷ്യൻസിയുടെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഡിസ്ചാർജ് കണ്ടെത്താനായിട്ട് നമുക്ക് ഇക്വേഷൻ എക്സ്ട്രാ ഉള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. ക്യൂ ഈക്വൽ ടു എ ഇൻറ്റു വി, അതാണ് ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ എയുടെ വാല്യൂ കണ്ടെത്താനായിട്ട് തന്നിട്ടുള്ള ഡയമീറ്റർ അത് ഉപയോഗിച്ച് ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താം. πd²/4 ആ വാല്യൂ ഉപയോഗിച്ച് എയുടെ വാല്യൂ കണ്ടെത്താം. വെലോസിറ്റിയുടെ വാല്യൂ കണ്ടെത്താനായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, √2gh എന്നുള്ളത്. ഇവിടെ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 500 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെലോസിറ്റി കണ്ടെത്താനായിട്ട് നമുക്ക് ഈ ഇക്വേഷനിലോട്ട് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴേക്കും വെലോസിറ്റി 99.05 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും വെലോസിറ്റി. ഏരിയ കണ്ടെത്താനായിട്ട് ഈ πd²/4 എന്ന ഇക്വേഷനിലോട്ട് ഈ വാല്യൂ എയുടെ ഡയമീറ്റർ എത്രയാണെന്നുള്ള ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും 0.01767 എന്ന് കിട്ടും. അത് ഒരു ജെറ്റിൻ്റെ ഏരിയയാണ്. നമുക്ക് 2 ജെറ്റ് അതിലോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂടെ ഈ ഏരിയ എന്ന് പറയുന്ന × 2 കൂടെ വരും. അപ്പോൾ അതായത് ഡിസ്ചാർജ് എടുക്കപ്പോഴേക്കും AV ആയിരിക്കത്തില്ല, ഈ കിട്ടുന്ന എയുടെ വാല്യൂവിൻ്റെ കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക കൂടെ വേണം. അപ്പോൾ ആ ഇക്വേഷൻ 2 × AV എന്നാവും. അപ്പോൾ ഇങ്ങനെ 2 × ഈ ഏരിയ എത്രയാണോ അത് കൊടുക്കുക, അതിൻ്റെ കൂടെ വെലോസിറ്റി എത്രയാണോ അതും കൂടെ കൊടുക്കപ്പോഴേക്കും നമുക്ക് 3.5 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതായത് ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പെർ സെക്കൻഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് 3.5 m3/s എന്ന് കിട്ടും. നിങ്ങൾ ഈ വീഡിയോ എങ്ങനെയെന്ന് കണ്ടുകൊണ്ടിരിക്കാതെ ഇക്വേഷൻ ഉപയോഗിച്ച് സ്വയം സോൾവ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക, എന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് മനസ്സിലാവത്തില്ല. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് സ്വയം പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ചാർജും കൂടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വാല്യൂയും കൂടെ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ കാണും പോലെ ഡയറക്റ്റായിട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഓവറോൾ എഫിഷ്യൻസിയുടെ വാല്യൂ എത്രയാണെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 0.8737 എന്നായിരിക്കും. ഇങ്ങനെ എഴുതി വയ്ക്കാൻ പാടില്ല, എഫിഷ്യൻസി ആയതുകൊണ്ട് പെർസെൻറ്റേജ് ടേംസിൽ വേണം നമുക്ക് എഴുതാൻ. 0.8737 എന്ന് പറഞ്ഞാൽ 87.37% എന്ന് നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതി അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ബെൽറ്റ് ആൻഡ് വീലിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസേ എക്സാമിന് ചോദിക്കുകയുള്ളൂ എന്ന അസംഷനിലാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും ഓരോ പ്രോബ്ലംസ് ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതേപോലെ സിമ്പിളായിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസാണ് ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും ഓരോ പ്രോബ്ലം വീതം ബെഞ്ചമിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എന്നെ നോക്കി ചെയ്താൽ മതി. ഇതേ സെയിം ഇക്വേഷൻ തന്നെയാണ് അവിടെയും ഉപയോഗിക്കുന്നത്. സെയിം ഫോമാറ്റ് തന്നെയാണ് ക്വസ്റ്റ്യനും തന്നിട്ടുള്ളത്. വാല്യൂസ് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തന്നെ സോൾവ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയാണ് ഹൈഡ്രോളിക് ടർബൈൻസിനുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.